ഹായ് ഹലോ, എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഞാൻ ഇന്നലെ തേങ്ങാച്ചോറ് ഇട്ടപ്പോൾ അതിൻ്റെ ഫുൾ വീഡിയോ കാണിക്കാമെന്ന് പറഞ്ഞില്ലേ, അതിൻ്റെ ഫുൾ വീഡിയോ എല്ലാവരും കണ്ടോട്ടാ. ഇത് തേങ്ങാച്ചോറിനുള്ളതാണ് കേട്ടോ. ഉള്ളി അരിഞ്ഞത്, ഒരു പച്ചമുളക്, കുരുമുളക്, ഏലക്ക, വട്ട, പെരിഞ്ജീരകം, നല്ല ജീരകം, വേപ്പില, ഐറ്റംസ്. ഉള്ളി ഇട്ടിട്ടുണ്ട് കേട്ടോ കുക്കറിൽ. വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഉള്ളി ഇട്ട് മൊരിക്കണം. ഇത് ഞങ്ങൾക്ക് ആകെ ഒരു കുക്കറുള്ളൂ. ഇറച്ചി വെന്ത് കഴിഞ്ഞിട്ടാണ് ചോറ് വെക്കണം. അതാണ് ഇങ്ങനെ ഇരിക്കുന്നത്. ഇനി ബാക്കിയുള്ളത് ഇതിനകത്ത് പട്ട, ഗ്രാമ്പൂ, ഏലക്ക, ജീരകം എല്ലാ ഐറ്റംസും ഇട്ടിട്ടുണ്ട് കേട്ടോ, ഗരം മസാലകൾ. ഞാനത് ഇട്ടപ്പോൾ വീഡിയോ എടുക്കാൻ വിട്ടുപോയി, അതാണ്. നമുക്ക് അളന്നൊഴിക്കണം. 1 കപ്പ് അരിക്ക് 3 കപ്പ് വെള്ളവും തേങ്ങാപ്പാലാണ് നമ്മൾ ഒഴിക്കണം. അപ്പോൾ 1 കപ്പ് അരിക്ക് 3 കപ്പ് തേങ്ങാപ്പാലാണ് നമ്മൾ ഒഴിച്ചേക്കണം. ഇനി ഇത് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക. പച്ചമുളകിനകത്ത് ഇടേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. പക്ഷേ ഈ മാന്യ വ്യക്തിക്ക് പച്ചമുളകില്ലാത്ത എന്ത് വെച്ചാലും പച്ചമുളക് ഇടണത് പൊട്ടിച്ചിടണം. നോക്കി, നല്ല എരിവുണ്ടാവും. വേപ്പില മാത്രം ഇട്ടാൽ മതി. എൻ്റെ ഒരു പച്ചമുളക് കൂടി പൊട്ടിച്ചിട്ടിട്ടുണ്ട്. എൻ്റെ മാന്യൻ്റെ ഒരു വികൃതികളാണ് അതൊക്കെ. നമ്മ കഴുകി ഊറ്റി വെച്ച അരിനകത്തോട്ടിടണം. തിളക്കാനൊന്നും നിൽക്കണ്ടല്ലോ. നേരെ കുക്കറടച്ച് വെച്ച്, ഞങ്ങൾ സൂര്യേക അരിയാണ് എടുത്തേക്കണേ കേട്ടോ. അപ്പോൾ 1-2 വിസിൽ വന്നാൽ മതി. ജയ അരിയൊക്കെ ആണെങ്കിൽ നല്ല ഇത് വേണ്ടി വരും. മട്ട അരിക്കും ചിലപ്പോൾ വേണ്ടി വരും വിസിലധികം. ഇതിപ്പോൾ 1-2 വിസിൽ വന്നാൽ മതി. ഈ കുക്കറടച്ച് അടിപൊളി ചോറ് റെഡി. 2 വിസിൽ വന്നപ്പോൾ തന്നെ വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തേങ്ങാച്ചോറ് റെഡി ആയിട്ടുണ്ട്. ആവി ഇറക്കണോണ്ട് അപ്പം നല്ല ബീഫ് റോസ്റ്റും തേങ്ങാച്ചോറും ഇന്നത്തെ സ്പെഷ്യൽ.